NCERT സീരീസിൽ ബയോളജി നോക്കാം. ബയോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. നമ്മൾ കണക്ട് ചെയ്താണ് പോകുന്നത്. അപ്പം ഇവിടുത്തെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ നെയിം ജീവൻ്റെ കുഞ്ഞറകൾ എന്നാണ്. ജീവൻ്റെ കുഞ്ഞറകൾ. ഈ ചാപ്റ്ററിനകത്ത് വരുന്നത് കോശങ്ങൾ, മൈക്രോസ്കോപ്പ്, ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ, കോശത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും, സസ്യകോശം, വിവിധതരം കോശങ്ങൾ, കോശങ്ങളുടെ കൂട്ടായ്മയായ കലകൾ, അവയവ വ്യവസ്ഥ. ഇത് ചെറിയൊരു ചാപ്റ്ററാണ്. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പഠിച്ച് തീർക്കാനൊക്കും. നമുക്ക് തുടങ്ങാം. ജീവൻ്റെ കുഞ്ഞറകൾ. ചാപ്റ്ററിൻ്റെ നെയിമാണ് ജീവൻ്റെ കുഞ്ഞറകൾ. നമുക്കറിയാം, ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് അറിയാം. അപ്പം കോശം കണ്ടെത്തിയത് ആരാന്ന് നോക്കിക്കഴിഞ്ഞാൽ കോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലെന്നാണ്. സെല്ല് കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ് 1665 കോശം കണ്ടെത്തിയത് റോബർട്ട് ഹൂക്കാണ് 1665 കണ്ടെത്തിയത്. കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിസൂക്ഷ്മ കണങ്ങളാണ്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, തീരെയും ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ലെൻസ് കൊണ്ട് കാണാൻ പറ്റത്തില്ല, അത് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ച് മാത്രമേ നമുക്ക് ഈ കോശങ്ങളെ കാണാനൊക്കുള്ളൂ. എന്താണ് മൈക്രോസ്കോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് ഈ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിന് ഒരു ഐ പീസ് ഉണ്ട്, ബോഡി ട്യൂബ് ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഉണ്ട്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസുകളുണ്ട്, സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസറും ഡയഫ്രവും, മിറർ അല്ലെങ്കിൽ ദർപ്പണം, ബേസ്. ഇതെല്ലാം നമ്മുടെ ഒരു മൈക്രോസ്കോപ്പിൻ്റെ വിവിധതരം പാർട്സുകളാണ്. ഇത് നമ്മൾ കാണാതെ പഠിക്കുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഐ പീസ്, ബോഡി ട്യൂബ്, അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, ഒബ്ജക്റ്റീവ് ലെൻസുകൾ, സ്റ്റേജ്, ക്ലിപ്പ്, കണ്ടൻസറും ഡയഫ്രവും, മിറർ, ദർപ്പണം, ബേസ്. ജീവികളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും. ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ പേരിൽ പറയുന്ന പോലെ ഏകകോശ ജീവികൾ. ഏകകോശം, ഒരു കോശം മാത്രമേ ഉള്ളൂ, ഒറ്റ സെല്ല് മാത്രമുള്ള ജീവികളുടെയാണ് ഏകകോശം അഥവാ യൂണിസെല്ലുലാർ ജീവികൾ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റില്ല, ഒറ്റ സെല്ലല്ലേ ഉള്ളൂ, അപ്പോൾ തീരെയും ചെറുതാണ്. അതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, ബാക്ടീരിയ ഒക്കെ. ഇതിൽ നടക്കുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഈ ഏകകോശ ജീവികളിൽ നടക്കുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ഇനിയും ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം കോശമുള്ളവയാണ് നമ്മൾ ബഹുകോശ ജീവികൾ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് നഗ്ന നേത്രം കൊണ്ട് കാണാം, കാരണം ഒരുപാട് കോശങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി വലുതായിരിക്കും. നമുക്ക് നോർമലി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും. ഇവയിൽ ചലനം, ശ്വസനം, ദഹനം, വിസർജനം എന്നിവ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്. ചലനം, ശ്വസനം, ദഹനം, വിസർജനം ഒക്കെ നടക്കാറുണ്ട്. ഇവിടെ ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ബഹുകോശ ജീവികളിൽ ചലനം, ശ്വസനം, ദഹനം, വിസർജനം ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ഈ സെയിം പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകകോശ ജീവികളിലും നടക്കുന്നുണ്ട്, രണ്ടിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകകോശ ജീവികളിൽ ഇതെല്ലാം ആ ഒരു ഒറ്റ സെല്ലിനകത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷേ ബഹുകോശ ജീവികളിലോട്ട് വരുമ്പം ഇത് ഓരോ ഫംഗ്ഷനും ഓരോരോ അവയവങ്ങളായിരിക്കും ആ ഒരു പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്നത്. തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടെ നോക്കാം. ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികൾ. ഏകകോശമാകുമ്പം ഒരു കോശം മാത്രം, ബഹുകോശമാകുമ്പോൾ ഒന്നിലധികം കോശങ്ങൾ. ഇതിനെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല, ഇതിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം. ഇതിന് എക്സാമ്പിളാണ് അമീബിയ, പാരമീസിയം, ബാക്ടീരിയ ഒക്കെ. പിന്നെ ഇവിടെ ലൈംഗിക പ്രത്യുൽപാദനമാണ് ഏകകോശ ജീവികളിൽ. ബഹുകോശ ജീവികൾ വരുമ്പം അവിടെ ലൈംഗിക പ്രത്യുൽപാദനവും വരും, അലൈംഗിക പ്രത്യുൽപാദനവും വരും. ഇവിടെ ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് ഒരൊറ്റ സെല്ലിലാണ്. ജീവൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ചലനം, ശ്വസനം, ദഹനം, വിസർജനമൊക്കെ എല്ലാം ഒരൊറ്റ സെല്ലിനകത്തിൽ നടക്കും. പക്ഷേ ഇവിടെ ജീവൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അവയവ വ്യവസ്ഥയുണ്ട്. ഇനി കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. കോശം, ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ആ സെല്ലിനകത്തിൽ ഓരോരോ പ്രവർത്തനത്തിനും ഓരോരോ അംഗങ്ങളുണ്ട്. ആ ഓരോന്നിനെയും നമ്മൾ പറയുന്നതാണ്, ഓരോന്നിനെയും നമുക്ക് കോശാംഗങ്ങൾ എന്ന് പറയാം. അപ്പം കോശാംഗങ്ങൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പറയാം, ഈ കോശാംഗങ്ങൾ, ഓരോ കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇതിനെ പോലെ അല്ല ഇതിൻ്റെ പ്രവർത്തനം ഇതുങ്ങളെ പോലെയല്ല. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രവർത്തനം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ധർമ്മവും വ്യത്യസ്തമാണ്. ഈ കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. നമുക്കറിയാം, ഒരു സെല്ലിനകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനലാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോശാംഗങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കോശഭിത്തി. കോശഭിത്തി എന്ന് പറഞ്ഞാൽ കോശത്തെ സംരക്ഷിക്കുന്നു. കോശത്തെ, സെല്ലിനെ ചുറ്റി, ഭിത്തി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിൽ നമ്മളിങ്ങനെ ചുറ്റി അതിനെ അതിൻ്റെ അകത്തുള്ളതിനെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ കോശഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോശഭിത്തി. അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ് നമുക്കറിയാം ഫോട്ടോസിന്തസിസിനും അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. എന്താണ് കോശദ്രവ്യം എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സെല്ലിനകത്തിൽ അഥവാ കോശത്തിനകത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസ് ഒഴികെയുള്ള എല്ലാ കോശഭാഗങ്ങളെയും ഈ സെല്ലിനകത്തിൽ നിലനിർത്തുന്ന ഭാഗത്തിനെയാണ് നമുക്ക് കോശദ്രവ്യം എന്ന് പറയുന്നത്. സെല്ലിനകത്തിലെ ന്യൂക്ലിയസ് ഒഴിച്ചു ബാക്കിയുള്ള എല്ലാ പോർഷൻസിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് കോശദ്രവ്യം. ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ന്യൂക്ലിയസ്.
പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്തിൽ ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ മൈറ്റോകോൺട്രിയോൺ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതാണ് മൈറ്റോകോൺട്രിയോൻ്റെ ഫംഗ്ഷൻ. മൈറ്റോകോൺട്രിയോൺ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനകത്തൊരു സഞ്ചാരപാതയായിട്ട് വർത്തിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോശത്തിനകത്തിൽ സഞ്ചാരപാതയായിട്ടാണ് നിലനിൽക്കുന്നത്. റൈബോസോം ആണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ടൈപ്പ് ഏകദേശം ഒരു 200-ലധികം ടൈപ്പ് കോശങ്ങളുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമ്പിൾ 2-3 പറഞ്ഞു കഴിഞ്ഞാൽ രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ ഇതൊക്കെ വിവിധ തരം കോശങ്ങളാണ്. മാത്രമല്ല ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരേപോലെയല്ല. രക്തകോശങ്ങളുടെ ധർമ്മമല്ല നാഡീകോശത്തിന്, അതിൻ്റെ ധർമ്മമല്ല പേശീകോശത്തിന്. അങ്ങനെ ഇതിൻ്റെ എല്ലാം ധർമ്മങ്ങളൊക്കെ വ്യത്യാസമാണ്. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ആകൃതിയും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കലകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതാണ് കലകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സമാന ആകൃതിയും ഒരേ ധർമ്മവും നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് പറയുന്നത് എന്ത് കലകൾ എന്ന് പറയുന്നത്. സമാനമായ ആകൃതിയും സെയിം ആയിട്ടുള്ള ആകൃതിയും ഫംഗ്ഷനും സെയിം ആയിരിക്കും, സെയിം സൈസും സെയിം ഫംഗ്ഷനുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ പറയുന്നവരാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, അഥവാ കലകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സമാന ആകൃതിയും സെയിം ധർമ്മവുമാണ് കലകൾക്ക്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറയാം നാഡീകോശങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകൃതിയും സെയിം ആണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫംഗ്ഷനും സെയിം ആണ്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് നാഡീ കലകൾ ഉണ്ടാകും. എങ്ങനെ കോശങ്ങൾ കൂടി ചേർന്ന് നാഡീ കലകൾ ഉണ്ടാകും. പേശി കോശങ്ങൾ കൂടി ചേർന്ന് പേശി കലകൾ ഉണ്ടാകും. നമ്മൾ പറഞ്ഞത് നമ്മൾ ജന്തുക്കളിലെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം നമുക്കറിയാം ഈ പറഞ്ഞ നാഡീകോശങ്ങളോ പേശീകോശങ്ങളോ ഇതൊന്നും നമ്മുടെ സസ്യങ്ങളിൽ ഇല്ല. പക്ഷെ സസ്യങ്ങളിലും വിവിധ ഇനം കലകളുണ്ട്. സസ്യങ്ങളും ഇതുപോലെ തന്നെ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൈപ്പ് കലകളുണ്ട്. അടുത്തതാണ് അവയവ വ്യവസ്ഥ. അപ്പോൾ നമുക്കറിയാം സെല്ല് ഏറ്റവും ബേസിക് ആണ് സെല്ല്. പല ടൈപ്പ് സെൽസ് കൂടി ചേർന്നിട്ട് അതൊരു ടിഷ്യൂ ആകുന്നു. ഇനിയും ഈ ടിഷ്യൂസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതൊരു ഓർഗൻ ആകും. അതിനെയാണ് നമ്മൾ അവയവ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. കലകൾ ചേർന്ന അവയവങ്ങൾ ഉണ്ടാകുന്നു. കലകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സെൽസ് കൂടി ചേർന്നിട്ടാണ് കലകൾ ഉണ്ടാകുന്നത്. ഈ കലകൾ കൂടി ചേർന്നിട്ടാണ് അവയവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് ഉദാഹരണമാണ് കരളും ഹൃദയവും ഒക്കെ. അങ്ങനെ ഓരോന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ വ്യത്യസ്ത അവയവങ്ങളുടെ ഏകോപന പ്രവർത്തനത്തോടെ അവയവ വ്യവസ്ഥയായി മാറുന്നു. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വായിൽ വെച്ചിട്ട് അത് ചവച്ച് അരച്ച് നമ്മളത് വിഴുങ്ങി അത് നമ്മുടെ വയറ്റിൽ ചെന്ന് അവിടെ ഡൈജഷൻ എല്ലാം കംപ്ലീറ്റ് ആയി അത് ചവച്ചരയ്ക്കുന്നത് വായിൽ വെച്ചിട്ടാണ്. വായിൽ നോക്കുമ്പോൾ നമുക്ക് നാക്കുണ്ട്, പല്ലുണ്ട്, ഉമിനീര് ഗ്രന്ഥിയുണ്ട്. അത് പിന്നെ നമ്മുടെ ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിൽ എത്തുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അവിടെയൊക്കെ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നു. അത് രക്തത്തിൽ കൂടെ അത് പുറത്തേക്ക് വേസ്റ്റ് പുറന്തള്ളുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പം ഓരോന്നും ഓരോരോ അവയവങ്ങളുണ്ട്. പക്ഷേ ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ്. ഇപ്പം നമ്മൾ ശ്വസിക്കുന്ന കാര്യം എടുക്കുമ്പോഴും നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിച്ചു, അതിലും ഒരുപാട് അവയവങ്ങൾ വരുന്നുണ്ട്. ശ്വാസനാളം വരുന്നുണ്ട്, ശ്വാസകോശം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ അവയവങ്ങളാണ്. പക്ഷേ ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് നമുക്ക് അതിനെ ഒരു അവയവ വ്യവസ്ഥയാക്കി മാറ്റാൻ പറ്റും. അപ്പം ആദ്യമേ നമുക്ക് ഒരു കോശങ്ങൾ കൂടി ചേർന്നിട്ട് കലകൾ കൂടി ചേർന്നിട്ട് അവയവം, പിന്നെ വിവിധ തരം അവയവങ്ങൾ പലയിടത്തിരിക്കുന്ന അവയവങ്ങൾ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് നമുക്ക് ആ ഒരു ഇതിനെ നമുക്കൊരു അവയവ വ്യവസ്ഥയായിട്ട് പറയാൻ നോക്കും. അതാണ് ഇവിടെ പറയുന്നത്. കോശങ്ങളിൽ നിന്ന് ജീവിയിലേക്കുള്ള പ്രയാണം എന്ന് നോക്കുമ്പം കോശങ്ങൾ കൂടി ചേർന്ന് കലകളിൽ നിന്ന് അവയവങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥ, അതിൽ നിന്നാണ് ഒരു ജീവി. ഓക്കെ, ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് കോശം എന്ന് നോക്കണം. കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹുക്കാണ്. 1665 ഏകകോശ ജീവികൾ എന്താണെന്ന് നോക്കണം. ബഹുകോശ ജീവികൾ എന്താണെന്ന് നോക്കണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം. പിന്നെ കോശങ്ങൾ, രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, പേശീകോശങ്ങൾ നോക്കണം. പിന്നെ ഈ അവയവം എന്താണ്, അവയവ വ്യവസ്ഥ എന്താണ്, ഇതിൽ നിന്നും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്തിൽ വരുന്നത്.